Hi friends, today we are discussing part 2 of important short questions from English literature. നമ്മൾ നേരത്തെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാർട്ട് 2 ആവശ്യപ്പെട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. Here the first question is Milton's blank verse is the sure and the flawless perfection of rhythm and diction. Who said these words? ഈ വാക്കുകൾ ആരാണ് പറഞ്ഞത്? Milton's blank verse is the sure and flawless perfection of rhythm and diction. Answer Matthew Arnold. മാത്യു അർണോൾഡ് is a Victorian poet. അദ്ദേഹമാണ് മിൽട്ടനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ജോൺ മിൽട്ടൺ is a famous poet. And the Paradise Lost and Paradise Regained are his two epics. മിൽട്ടൻ്റെ രണ്ട് പ്രശസ്തങ്ങളായ എപ്പിക്കുകളാണ് പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻ. മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന സോണറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, നെയിം ദ പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ് ഓഫ് ജോൺ മിൽട്ടൺ വിച്ച് ടേക്സ് അപ്പ് പൊളിറ്റിക്കൽ ലിബർട്ടി. Name the political pamphlet of John Milton which takes up political liberty. Answer True Way to Establish a Free Commonwealth. Answer True Way to Establish a Free Commonwealth. ജോൺ മിൽട്ടൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് എയ്റോപജിറ്റിക്ക ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ഫ്രീഡം ഓഫ് പ്രസ്. പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പ്രസ് അതിനു വേണ്ടി വാദിച്ച ഒരു കൃതിയാണ് എയ്റോപജിറ്റിക്ക. ഇവിടെ പൊളിറ്റിക്കൽ ലിബർട്ടിക്ക് വേണ്ടി വാദിച്ച കൃതിയാണ് ട്രൂ വേ ടു എസ്റ്റാബ്ലിഷ് എ ഫ്രീ കോമൺവെൽത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൽട്ടൺസ് മാസ്ക് വിച്ച് ഹാസ് എ നോട്ട് ഓഫ് പ്യൂരിറ്റാനിസം ആൻഡ് മൊറാലിറ്റി. നെയിം ദ മാസ്ക് ഓഫ് ജോൺ മിൽട്ടൺ വിച്ച് ഹാസ് എ നോട്ട് ഓഫ് പ്യൂരിറ്റാനിസം ആൻഡ് മൊറാലിറ്റി. ആൻസർ കോമസ്. കോമസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസ്ക്. മാസ്ക് മീൻസ് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം ഇൻ വിച്ച് it is in fact a court celebration and the main parts are played by courtiers, nobles and royals. It is called a mask. Next one, almost all men are less humorous than Shakespeare, but most men are more humorous than Milton. Who said these words? Almost all men are less humorous than Shakespeare, but most men are more humorous than Milton. These are the words of Sir Walter Raleigh. Sir Walter Raleigh is the answer. Walter Raleigh എന്ന് പറയുന്നത് he was a famous poet, writer, statesman of etc. of the Elizabethan age. എലിസബത്തൻ കാലഘട്ടത്തിൽ 16th സെഞ്ച്വറിയിലെ പ്രധാനപ്പെട്ട ഒരു പോയറ്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ നിലകളിലൊക്കെ പ്രസിദ്ധനായ വ്യക്തിയാണ് സർ വാൾട്ടർ റാലി. അദ്ദേഹമാണ് ഈ വാക്കുകൾ മിൽട്ടനെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ ലിറ്റററി ആർട്ട് ഡിറോഗേറ്റിംഗ് എ സബ്ജക്റ്റ് മേക്കിംഗ് ഇറ്റ് റെഡിക്കുലസ്, ട്രിവിയൽ ആൻഡ് സ്കോൺഫുൾ. ആ ആർട്ട് ഫോമിന് പറയുന്ന പേരെന്താണ്? അതായത് ഒരു സബ്ജക്റ്റിനെ തരം താഴ്ത്തി കിട്ടുക, അങ്ങനെ ആ ഒരു സബ്ജക്റ്റിനെ വളരെ പരിഹാസ രീതിയിൽ അവതരിപ്പിക്കുന്ന ആർട്ട് ഫോമിന്റെ പേരെന്താണ്? ആൻസർ സറ്റയർ. സറ്റയർ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, ഹു സെഡ് ദ പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഈസ് മാൻ. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The proper study of mankind is man. Answer Alexander Pope. Alexander Pope is a famous mock epic poet. Mock epic poet ആണ്. മോക്ക് എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക് രീതിയിൽ എഴുതുന്ന കവിതയായിരിക്കും, പക്ഷേ ദ സബ്ജക്റ്റ് ഈസ് സില്ലി വൺ. വളരെ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സില്ലി സബ്ജക്ട്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ എഴുതുന്ന രീതി, അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിക് രീതിയിലായിരിക്കും എഴുതുന്നത്. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ് അലക്സാണ്ടർ പോപ്പ് ആൻഡ് ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡനും അലക്സാണ്ടർ പോപ്പുമാണ് മോക്ക് എപ്പിക് പോയറ്റ്സ് എന്ന് പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ആളുകൾ. അദ്ദേഹമാണ് പറഞ്ഞത് ദ പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഈസ് മാൻ. നെക്സ്റ്റ് വൺ, which are the autobiographical works of Alexander Pope.
Answer: The Imitations of Horace and the Epistle to Dr. Arbuthnot. These are the autobiographical works of Alexander Pope. Next one, the idea of Dunciad of Alexander Pope is taken from dash. Dunciad is another great work of Alexander Pope. അതിൻ്റെ ആ സെൻട്രൽ തീം അല്ലെങ്കിൽ അതിൻ്റെ ആ ഐഡിയ ഈസ് ടേക്കൺ ഫ്രം അനദർ വർക്ക് ആൻഡ് നെയിം ദാറ്റ് വർക്ക്. ആൻസർ: മാക് ഫ്ലെക്നോ ബൈ ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ്റെ മാക് ഫ്ലെക്നോ എന്ന കൃതിയിൽ നിന്നാണ് ആ ഒരു ഐഡിയ ആണ് ഈ ഡൻസീഡ് എന്ന ഈ കവിതയിൽ അലക്സാണ്ടർ പോപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ മാക് ഫ്ലെക്നോ ജോൺ ഡ്രൈഡൻ മോക്സ് അറ്റ് എ പേഴ്സൺ. ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ? മാക് ഫ്ലെക്നോ എന്ന കൃതിയിൽ ജോൺ ഡ്രൈഡൻ ഒരു വ്യക്തിയെ പരിഹസിക്കുന്നുണ്ട്. ആ വ്യക്തി ആരാണ്? തോമസ് ഷാഡ്വെൽ. ആൻസർ: തോമസ് ഷാഡ്വെൽ. നെക്സ്റ്റ് വൺ, ഇൻ ഡൻസീഡ് Alexander Pope mocks at a particular person. Who is that person? Answer: Theobald. Theobald is the answer. And he is the editor and author of Shakespearean works. അതോടൊപ്പം തന്നെ ഒരു സറ്റയറിസ്റ്റുമായിരുന്നു. ആൻഡ് ദിസ് തിയോബാൾഡ് ഈസ് മോക്ക്ഡ് അറ്റ് ഇൻ ദ ഡൻസീഡ്. നെക്സ്റ്റ് വൺ, who are mainly related to periodical essays. പീരിയോഡിക്കൽ എസ്സേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പീരിയോഡിക്കൽ എസ്സേ. ആൻസർ: ജോസഫ് എഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ. ജോസഫ് എഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ are related to periodical essays and the other terms related to them are Tatler and the Spectator. ടാറ്റ്ലർ ആൻഡ് ദ സ്പെക്ടേറ്റർ തുടങ്ങിയ വാക്കുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ദീസ് ആർ ദി പീരിയോഡിക്കൽസ്. നെക്സ്റ്റ് വൺ, ദ ടെയിൽ ഓഫ് ദ ടബ് ആൻഡ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് ആർ ദ ഫേമസ് വർക്ക്സ് ഓഫ് ഡാഷ്. ദ ടെയിൽ ഓഫ് ദ ടബ് ആൻഡ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ്. ആൻസർ: ജോനാഥൻ സ്വിഫ്റ്റ്. ഗളിവേഴ്സ് ട്രാവൽ എഴുതിയ ജോനാഥൻ സ്വിഫ്റ്റ് ആണ് ദ ഓഥർ ഓഫ് ദീസ് ടു വർക്ക്സ്. നെക്സ്റ്റ് വൺ, who said every age had a kind of universal genius. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. എവറി ഏജ് ഹാഡ് എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ജീനിയസ്. ആൻസർ: ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ ആണ്. ആൻഡ് ഹീ സേസ് ദീസ് വേർഡ്സ് ഇൻ ഹിസ് ഡ്രമാറ്റിക് പോയസി. ഡ്രമാറ്റിക് പോയസി എന്ന ആ വർക്കിലാണ് അദ്ദേഹം പറയുന്നത് every age had a kind of universal genius, and it was John Dryden who said these words. Next one, which one is considered as the most powerful satire in English language? Answer: Absalom and Ahithophel by John Dryden. Dryden's Absalom and Ahithophel is considered as the most powerful satire in English language. And in this satire, he criticizes Duke of Monmouth and his counselors Shaftesbury and Buckingham. Duke of Monmouth, അതേപോലെ അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സായ ഷാഫ്റ്റ്സ്ബറി, അതേപോലെ ബക്കിംഗ്ഹാം, ഇവരെയും ഈ കൃതിയിൽ ഡ്രൈഡൻ പരിഹസിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, much of Dryden's unique art consists in his ability to make the small into the great, the prosaic into the poetic, and the trivial into the magnificent. Who said these words? Much of Dryden's unique art consists in his ability to make the small into the great, the prosaic into the poetic, and the trivial into the magnificent. Who said these words? Answer: T.S. Eliot. T.S. Eliot ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. Next one, who is associated with lofty line? Lofty line. Answer: John Dryden. Pope also used lofty line. പക്ഷേ പൊതുവെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ജോൺ ഡ്രൈഡൻ ആണ്. സോ ഡ്രൈഡൻ ഈസ് ഗ്രേറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലോഫ്റ്റി ലൈൻ. Next year, Butler's Hudibras is the best example of dash. Hudibras is a famous work and it was written by Butler and it is an example of satire.
and in this work he satirizes Puritans, and it is modeled on Cervantes' Don Quixote. സെർവാൻഡസിൻ്റെ ഡോൺ കിക്സോട്ടിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സറ്റൈറൈസസ് പ്യൂരിറ്റാനിസം. നെക്സ്റ്റ് വൺ, ഗ്രേസ് അബൗണ്ടിങ് ഈസ് എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി. ഹു റോട്ട് ദിസ് വർക്ക്? Grace Abounding. It is the autobiography or spiritual autobiography of John Bunyan. ജോൺ ബനിയൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ്, അലഗോറിക്കൽ വർക്കാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. ഈ അലഗോറിക്കൽ വർക്കിൽ ഹി ഡീൽസ് വിത്ത് ദ ജേർണി ഓഫ് എ നോബിൾ പേഴ്സൺ ഫ്രം ദിസ് വേൾഡ് ടു പാരഡൈസ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള അലഗോറിക്കൽ വർക്കാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. ആൻഡ് ഹിസ് സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ഈസ് Grace Abounding. Next one, Comedy of Manners was influenced by a great French writer. Who is he? Answer, Molière. Molière is the answer. Next one, the age from 1660 to 1700 is known as dash. The age from 1660 to 1700 is known as Restoration period. Restoration period means it is the restoration of monarchy. രാജഭരണം തിരിച്ചു വന്ന ആ ഒരു കാലഘട്ടത്തെയാണ് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ 1660 ചാൾസ് സെക്കൻഡ് അസെൻഡഡ് ദ ത്രോൺ. ചാൾസ് സെക്കൻഡ് ആണ് രാജാവായി മാറുന്നത് 1660. ആൻഡ് ഹിസ് പീരീഡ് ഈസ് ഫ്രം 1660 ടു 1685. 85 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആൻഡ് ദിസ് റെസ്റ്റോറേഷൻ പീരീഡ് ഈസ് ദ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ആഫ്റ്റർ ഒലിവർ ക്രോംവെൽസ് കോമൺവെൽത്ത് പീരീഡ്. കോമൺവെൽത്ത് പീരീഡിന് ശേഷമുള്ള കാലഘട്ടം 1660 മുതൽ 1700 വരെയുള്ള കാലഘട്ടത്തെയാണ് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ട്രാൻസിഷൻ പോയിറ്റ്സ്? ട്രാൻസിഷൻ പോയിറ്റ്സ് എന്ന് പറയുന്നത് in between neoclassical and romantic age. ആ ഒരു നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിനെയും റൊമാൻറ്റിക് കാലഘട്ടത്തിനെയും ഇടയിലുള്ള ആ ഒരു പീരീഡിനെയാണ് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ദ സ്ലോഗൻ ഓഫ് ദീസ് ട്രാൻസിഷൻ പോയിറ്റ്സ് ഈസ് റിട്ടേൺ ടു നേച്ചർ. റിട്ടേൺ ടു നേച്ചർ ആണ് ഇറ്റ് ഈസ് ദ സ്ലോഗൻ. റൊമാൻറ്റിക് കാലഘട്ടത്തിലും ഇതേ സ്ലോഗൻ തന്നെയാണ്, റിട്ടേൺ ടു നേച്ചർ. ഈ ട്രാൻസിഷൻ പോയിറ്റ്സിൽ പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് തോമസ് ഗ്രേ, വില്യം കൂപ്പർ, ജെയിംസ് തോംസൺ, ഒലിവർ ഗോഡ്സ്മിത്ത് തുടങ്ങിയവരാണ് പ്രശസ്തരായ ട്രാൻസിഷൻ പോയിറ്റ്സ് ഓർ ട്രാൻസിഷൻ റൈറ്റേഴ്സ്. നെക്സ്റ്റ് വൺ, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. ദീസ് ലൈൻസ് ആർ ആട്രിബ്യൂട്ടഡ് ടു ഡാഷ്. സാധാരണ എപ്പോഴും സിമിലിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു ലൈനാണിത്. My love is like a red, red rose. Here, these lines are attributed to Robert Burns. Robert Burns-മായിട്ട് ബന്ധപ്പെട്ട ലൈൻസ് ആണ്. ആൻഡ് റോബർട്ട് ബേൺസ് ഈസ് കോൾഡ് ദ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ പോയറ്റായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബേൺസ്. നെക്സ്റ്റ് വൺ, വിച്ച് പോയം ഓഫ് തോമസ് ഗ്രേ ഡീൽസ് വിത്ത് കെൽറ്റിക് മിത്തോളജി? കെൽറ്റിക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോമസ് ഗ്രേയുടെ കവിത ഏതാണ്? ആൻസർ, ദ ബാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ലിറിക്കൽ പീസസ് ആർ ലൈക്ക് പെയിൻറ്റിങ്സ് ഓൺ ഗ്ലാസ് വിച്ച് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സ്ട്രോങ് ലൈറ്റ് ടു ഗിവ് ഔട്ട് ദ പെർഫെക്റ്റ് റേഡിയൻസ് ഓഫ് ദെയർ കളറിംഗ്. ഹൂ സെഡ് ദീസ് വേർഡ്സ് ആൻഡ് അബൌട്ട് ഹൂം? ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ക്യാമ്പൽ എന്ന വ്യക്തിയാണിത് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് എബൌട്ട് തോമസ് ഗ്രേസ് വർക്ക്സ്. തോമസ് ഗ്രേയുടെ കൃതികളെക്കുറിച്ച് ക്യാമ്പൽ പറഞ്ഞ വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ അനാറ്റമി ഓഫ് മെലങ്കലി? Anatomy of Melancholy is a famous book written by Robert Burton. Robert Burton is the author. These are the important questions that are included in part 2. Hope you enjoyed it. Thank you very much.